AG4 ലേണിംഗിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ചിത്രകാരി എന്ന കഥയുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഇന്ന് നോക്കാം. കഥയുടെ ആശയം: അസാമാന്യ പ്രതിഭയുള്ള ഫിസ എന്ന ചിത്രകാരിയുടെ ആന്തരിക ജീവിതവും വിവാഹശേഷമുള്ള അവളുടെ ഭൗതിക ജീവിതവും തമ്മിലുള്ള സംഘർഷമാണ് ചിത്രകാരി എന്ന കഥ പറയുന്നത്. വിവാഹത്തിനു മുൻപ് ചിത്രരചനയിൽ 1ാം സ്ഥാനവും ചിത്രപ്രതിഭ പട്ടവും നേടിയവളാണ് ഫിസ. എന്നാൽ യാഥാസ്ഥിതികരായ ഭർത്താവും വീട്ടുകാരും അവളുടെ കലയെ പുച്ഛത്തോടെയാണ് കാണുന്നത്. അടുക്കളപ്പണിയാണ് സ്ത്രീക്ക് ചേർന്നതെന്ന ഹാഫിസിന്റെ ഉമ്മയുടെ നിലപാടും അവളുടെ വരയെ 4-5 വരയും കുറിയും എന്ന് വിശേഷിപ്പിക്കുന്ന ഹാഫിസിന്റെ മനോഭാവവും അവളെ അസ്വസ്ഥയാക്കുന്നു. തന്റെ സർഗാത്മകതയെ അടിച്ചമർത്തുന്ന കുടുംബ വ്യവസ്ഥയോട് ഫിസ മൗനത്തിലൂടെ പ്രതികരിക്കുന്നു. ഒടുവിൽ ഹാഫിസ് അവളുടെ ബ്രഷ് തട്ടിത്തെറിപ്പിക്കുമ്പോൾ തന്റെ കലാജീവിതം അവിടെ അസാധ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ഫിസ കയ്യിലെ ചായങ്ങൾ കഴുകിക്കളയുന്നു. കഥയിലെ ചില പ്രയോഗങ്ങളും അവയുടെ അർത്ഥതലങ്ങളും നോക്കാം. താഴെ കൊടുത്ത പ്രയോഗങ്ങളുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതുക എന്നിങ്ങനെ ചോദ്യങ്ങളുണ്ടാവാം. ഒന്നാമത്തത്, ദൈവം തൊട്ട കൈവിരലുകൾ. ഫിസയുടെ അസാമാന്യമായ സർഗശേഷിയും ചിത്രരചനയിലുള്ള കഴിവിനെയുമാണ് ഈ പ്രയോഗം സൂചിപ്പിക്കുന്നത്. പ്രശസ്ത ചിത്രകാരൻ മാധവൻ സാറാണ് ഫിസയുടെ വിരലുകളെ ഇപ്രകാരം വിശേഷിപ്പിച്ചത്. 2. വരയ്ക്കാതെ വരയ്ക്കാതെ. വരയ്ക്കാതെ എന്ന പദത്തിന്റെ ആവർത്തനത്തിലൂടെ ഫിസ ദീർഘകാലമായി ചിത്രരചനയിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്ന കാലസൂചനയാണ് ലഭിക്കുന്നത്. സർഗാത്മകതയ്ക്ക് സംഭവിച്ച താളഭംഗത്തെയും അതിലൂടെ അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അടുത്തത്, മൂടൽമഞ്ഞ്. ഫിസ എന്ന പേരിന്റെ അർത്ഥമായി കഥയിൽ നൽകിയിരിക്കുന്നത് മൂടൽമഞ്ഞ് എന്നാണ്. ഫിസയുടെ നിഗൂഢവും മനോഹരവുമായ ആന്തരിക ലോകത്തെയും ഭർത്താവായ ഹാഫിസിന് അപ്രാപ്യമായ അവളുടെ വ്യക്തിത്വത്തെയുമാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. 4. 4-5 വരയും കുറിയും. ഇതൊക്കെ ആർക്കാ പറ്റാത്തത്? ഫിസയുടെ ചിത്രരചനയെ തികഞ്ഞ പുച്ഛത്തോടെ ഹാഫിസ് സമീപിക്കുന്നതാണ് ഈ സംഭാഷണത്തിൽ കാണുന്നത്. ഭാര്യയുടെ സർഗശേഷിയെ അംഗീകരിക്കാൻ ഹാഫിസിലെ പുരുഷാധിപത്യ മനോഭാവം അനുവദിക്കുന്നില്ലെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. നെക്സ്റ്റ്, അടുപ്പത്തെ പണി ഒരു കടലാ ഫിസേ, അതങ്ങട് തീർന്നൂന്നെന്ന് പറയാൻ പറ്റെങ്ങനാ? സ്ത്രീ എന്നാൽ അടുക്കളപ്പണിക്ക് മാത്രമുള്ളവളാണെന്ന യാഥാസ്ഥിതിക ചിന്താഗതിയാണ് ഹാഫിസിന്റെ ഉമ്മയുടെ വാക്കുകളിൽ പ്രകടമാകുന്നത്. ചിത്രരചനയെ വെറും പെയിന്റടി മാത്രമായി ഉമ്മ കാണുന്നു. അടുത്തത്, ഒരു പണ്ടാരവും വേണ്ട. ഫിസയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള അവസരം വരുമ്പോൾ ഹാഫിസ് അത് തടയുന്ന സംഭാഷണമാണിത്. ഫിസയുടെ കലാപരമായ വളർച്ചയിൽ അയാൾക്കുള്ള അസഹിഷ്ണുതയും അപകർഷതാബോധവുമാണ് ഇവിടെ പ്രകടമാകുന്നത്. അടുത്തത്, നിശബ്ദമായൊരു കരച്ചിലോടെ അവൾ കൈ കഴുകാൻ തുടങ്ങി. കഥയുടെ അവസാനത്തിലുള്ള ഈ ഭാഗം ഫിസ തന്റെ സർഗാത്മകതയെ തടയുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. അപൂർണമായ തന്റെ ദാമ്പത്യ ജീവിതത്തെയും അടിച്ചമർത്തപ്പെട്ട അവസ്ഥയെയും കഴുകിക്കളഞ്ഞ് അവൾ പുതിയൊരു ലോകത്തേക്ക് കടക്കുന്നു എന്ന സൂചനയാണിത്. ഈ പ്രയോഗങ്ങളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും സ്ത്രീയുടെ ആത്മപ്രകാശനത്തിന് തടസ്സം നിൽക്കുന്ന കുടുംബ വ്യവസ്ഥയെയും പുരുഷ ആധിപത്യത്തെയും കഥാകാരി വിമർശനാത്മകമായി വിലയിരുത്തുന്നു. അടുത്തത് ഒരു 4 മാർക്കിന് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഫിസ എന്ന് വെച്ചാൽ മൂടൽമഞ്ഞ്. ഈ പ്രയോഗത്തിന്റെ പ്രസക്തി എന്ത്? ഫിസ എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം ഇളം കാറ്റ്, സുഗന്ധം എന്നൊക്കെയാണെങ്കിലും അവൾ സ്വയം മൂടൽമഞ്ഞ് എന്ന് വിശേഷിപ്പിക്കുന്നു. മൂടൽമഞ്ഞ് നിഗൂഢവും സുന്ദരവുമാണ്. അതിനുള്ളിലെ കാഴ്ചകൾ കാണാൻ അതിന്റെ ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലണം. ഫിസയുടെ ഉള്ളിലെ അതിവിശാലമായ കലാലോകം ഹാഫിസിന്റെ ഇടുങ്ങിയ ചിന്താഗതിക്ക് പിടികിട്ടാത്ത ഒന്നാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. കല ആനന്ദമാണ്. ആ ആനന്ദം പ്രകാശം പോലെ സർവ്വവ്യാപിയുമാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഈ നിരീക്ഷണത്തെ ചിത്രകാരി എന്ന കഥയുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തുക. കലയുടെ പരമപ്രധാനമായ ലക്ഷ്യം ആനന്ദമാണ്. കലാകാരൻ തന്റെ സൃഷ്ടിയിൽ മുഴുകുമ്പോൾ ലഭിക്കുന്ന അതേ ആനന്ദം ആസ്വാദകനും ലഭിക്കുന്നു. ചിത്രകാരി എന്ന കഥയിൽ
ഫിസയുടെ ലോകം അവളുടെ ചിത്രങ്ങളാണ്. അതാണ് അവൾക്ക് ആനന്ദവും മോചനവും നൽകുന്നത്. പ്രകാശം ഇരുട്ടിനെ ഇല്ലാതാക്കുന്നതുപോലെ കല മാനസികവും സാമൂഹികവുമായ അന്ധകാരം നീക്കി വെളിച്ചം വിതറുന്നു. എന്നാൽ ഹാഫിസിനെ പോലെയുള്ള യാഥാസ്ഥിതികരായ മനുഷ്യർ ഈ വെളിച്ചത്തെ ഭയപ്പെടുകയും അതിനെ തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ക്യാൻവാസിന്റെ അതിരുകൾ കടന്ന് വളരുന്ന കാട് കല മാധ്യമത്തെയും കടന്ന് വിശാലമാകുന്നതിന്റെ സൂചനയാണ്. ഫിസയുടെ ചിത്രങ്ങൾ അവളുടെ ഉള്ളിലെ തീക്കനലുകളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അവ ചാരം മൂടി കിടന്നാലും ഒരിക്കലും കെട്ടുപോകില്ല എന്ന് കഥാകാരി ഓർമ്മിപ്പിക്കുന്നു. നെക്സ്റ്റ്, ഫിസയുടെ നിശബ്ദത ഒരു പ്രതിരോധമാണോ? കഥാസന്ദർഭങ്ങളെ മുൻനിർത്തി ചർച്ച ചെയ്യുക. ഭർത്താവായ ഹാഫിസിന്റെയും ഉമ്മയുടെയും കുത്തുവാക്കുകൾക്കും പുച്ഛത്തിനുമെതിരെ ഫിസ മിക്കപ്പോഴും നിശബ്ദതയിലൂടെയാണ് പ്രതികരിക്കുന്നത്. അവളുടെ ഈ മിണ്ടാതിരിക്കൽ ഹാഫിസിനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഇതിനെ അഹങ്കാരമായാണ് അയാൾ കാണുന്നത്. എന്നാൽ ഫിസയുടെ നിശബ്ദത യഥാർത്ഥത്തിൽ തന്റെ ആന്തരിക ലോകത്തെ കാത്തുസൂക്ഷിക്കാനുള്ള ഒരു പ്രതിരോധമാണ്. അയാൾ അവളുടെ ബ്രഷ് തട്ടിത്തെറിപ്പിക്കുമ്പോൾ പോലും അവൾ വഴക്കിന് പോകാതെ തന്റെ കടമകൾ നിർവഹിക്കുന്നു. എന്നിരുന്നാലും വലിയൊരു ഇടവേളയ്ക്ക് ശേഷം അവൾ വീണ്ടും ബ്രഷ് കയ്യിലെടുക്കുമ്പോൾ അവളുടെ സർഗാത്മകതയെ തളയ്ക്കാൻ ആർക്കും കഴിയില്ല എന്ന് അവൾ തെളിയിക്കുന്നു. സാമൂഹിക വിലക്കുകളെ മറികടന്ന് തന്റെ ആന്തരിക ലോകത്തെ പ്രകാശിപ്പിക്കാൻ അവൾ നടത്തുന്ന നിശബ്ദമായ ശ്രമം സ്ത്രീ മുന്നേറ്റത്തിന്റെ സർഗാത്മകമായ ആവിഷ്കാരമാണ്. കഥാപാത്ര നിരൂപണം. ഫിസ ഇ.കെ. ഷാഹിനയുടെ ചിത്രകാരി എന്ന ചെറുകഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് ഫിസ. കലയെ ജീവിതത്തോളം സ്നേഹിക്കുന്ന അസാമാന്യ സർഗശേഷിയുള്ള ഒരു കലാകാരിയായാണ് ഫിസയെ കഥാകാരി അവതരിപ്പിക്കുന്നത്. അനുഗ്രഹീതയായ കലാകാരിയാണ് ഫിസ. അവളുടെ ചിത്രങ്ങൾ കണ്ട പ്രശസ്ത ചിത്രകാരൻ അവളെ വിശേഷിപ്പിച്ചത് ദൈവം തൊട്ട കൈവിരലുകൾ എന്നാണ്. വർണ്ണങ്ങളുടെയും അക്ഷരങ്ങളുടെയും ലോകത്ത് ആഹ്ലാദത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ചവളായിരുന്നു ഫിസ. വിവാഹശേഷം തികച്ചും യാഥാസ്ഥിതികരായ ഭർത്താവിന്റെയും വീട്ടുകാരുടെയും ഇടയിലേക്കാണ് ഫിസ എത്തുന്നത്. പെണ്ണിന്റെ പണി അടുക്കളയിൽ ആണുങ്ങൾക്ക് രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും മക്കളെ നോക്കലുമാണെന്ന് വിശ്വസിക്കുന്നവരായിരുന്നു അവർ. അവളുടെ വരയെയും എഴുത്തിനെയും അവർ വെറും പെയിന്റടിയായി പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. ഒരു സ്ത്രീ എന്ന നിലയിൽ കുടുംബത്തോട് ചേർന്നു പോകാൻ ഫിസ പരമാവധി ശ്രമിക്കുന്നുണ്ട്. തന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും വീട്ടുജോലികളും തീർത്തതിനു ശേഷമാണ് അവൾ വരയ്ക്കാനായി സമയം കണ്ടെത്തിയിരുന്നത്. കലയും കുടുംബജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. ഭർത്താവിന്റെയും ഉമ്മയുടെയും കുത്തുവാക്കുകൾക്കും പരിഹാസങ്ങൾക്കും മുന്നിൽ അവൾ നിശബ്ദത പാലിക്കുന്നു. എന്നാൽ ഈ നിശബ്ദത അവളുടെ കീഴടങ്ങലല്ല, മറിച്ച് തന്റെ സർഗാത്മക ലോകത്തെ സംരക്ഷിക്കാനുള്ള ഒരു കവചമാണ്. ഹാഫിസ് എന്ന ഭർത്താവ് അവളുടെ കഴിവുകളിൽ അസ്വസ്ഥനാവുകയും അപകർഷതാബോധം അനുഭവിക്കുകയും ചെയ്യുന്നു. അവളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള അവസരം പോലും ഒരു പണ്ടാരവും വേണ്ട എന്ന് പറഞ്ഞ് അയാൾ തടയുന്നു. ഒടുവിൽ അവളുടെ ബ്രഷ് അയാൾ തട്ടിത്തെറിപ്പിക്കുമ്പോൾ അവളുടെ സർഗാത്മകതയ്ക്ക് മേൽ പുരുഷാധിപത്യം നടത്തുന്ന കടന്നുകയറ്റമാണ് അവിടെ ദൃശ്യമാകുന്നത്. തന്റെ ആത്മാവിഷ്കാരത്തിന് തടസ്സം നിൽക്കുന്ന യാഥാസ്ഥിതിക ചിന്താഗതികളിൽ നിന്നും സ്വയം മോചിതയാകുന്ന ഫിസയെയാണ് കഥാന്ത്യത്തിൽ നാം കാണുന്നത്. നിശബ്ദമായ കരച്ചിലോടെ അവൾ തന്റെ കൈകൾ കഴുകുമ്പോൾ അപൂർണമായ തന്റെ ദാമ്പത്യ ജീവിതത്തെ കഴുകിക്കളഞ്ഞ് കലയുടെയും ആത്മാവിഷ്കാരത്തിന്റെയും സ്വാതന്ത്ര്യത്തിലേക്ക് അവൾ നടന്നു നീങ്ങുന്നുവെന്ന സൂചന കഥാകൃത്ത് നൽകുന്നു. ഫിസയെ ഒരു ചിത്രത്തോട് ഉപമിച്ചാൽ പശ്ചാത്തലത്തിലെ കറുത്ത നിറങ്ങൾക്കിടയിൽ തിളങ്ങി നിൽക്കാൻ ശ്രമിക്കുന്ന മനോഹരമായ ഒരു മഞ്ഞച്ചായം പോലെയാണ് അവൾ. എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും അവളുടെ ഉള്ളിലെ കലാകാരിയുടെ തീക്കനൽ കെട്ടുപോവുകയില്ല. ഇനി കഥാപാത്ര നിരൂപണം. ഹാഫിസ് ഇ.കെ. ഷാഹിനയുടെ ചിത്രകാരി എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമായ ഫിസയുടെ ഭർത്താവാണ് ഹാഫിസ്. കുടുംബ വ്യവസ്ഥയ്ക്കകത്ത് സ്ത്രീയുടെ സ്വത്വത്തെയും സർഗശേഷിയെയും അടിച്ചമർത്തുന്ന പുരുഷാധിപത്യ മനോഭാവത്തിന്റെ പ്രതിരൂപമായാണ് ഹാഫിസിനെ കഥാകാരി ചിത്രീകരിച്ചിരിക്കുന്നത്. തികച്ചും യാഥാസ്ഥിതികമായ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ഹാഫിസ്. സ്ത്രീ എന്നാൽ അടുക്കളപ്പണി ചെയ്യേണ്ടവളും ഭർത്താവിനെയും മക്കളെയും നോക്കി കഴിയേണ്ടവളും മാത്രമാണെന്ന പാരമ്പര്യ കാഴ്ചപ്പാടാണ് ഹാഫിസിനും അയാളുടെ ഉമ്മയ്ക്കുമുള്ളത്. ഫിസയുടെ ചിത്രരചനയും സർഗാത്മകതയെയും ഹാഫിസ് തികഞ്ഞ പുച്ഛത്തോടെയാണ് കാണുന്നത്. 4-5 വരയും കുറിയും ഇതൊക്കെ ആർക്കാ പറ്റാത്തേ എന്ന് ചോദിച്ചുകൊണ്ട് ഫിസയുടെ കഴിവിനെ അയാൾ നിരന്തരം നിസ്സാരവൽക്കരിക്കുന്നു.
ഭാര്യയുടെ വരയെ വെറും പെയിന്റടിയായിട്ടാണ് ഹാഫിസിന്റെ കുടുംബം വിലയിരുത്തുന്നത്. ഫിസ അസാമാന്യ പ്രതിഭയുള്ള ചിത്രകാരിയാണെന്ന് ഹാഫിസിന്റെ സുഹൃത്ത് പറയുമ്പോൾ ഹാഫിസിൽ അപകർഷതാബോധമാണ് ഉണ്ടാകുന്നത്. ഫിസയുടെ കൈവിരലുകളെ ദൈവം തൊട്ട കൈവിരലുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ അയാൾക്ക് അസഹിഷ്ണുത തോന്നുകയും അയാളുടെ ഉള്ളിലൊരു പുകച്ചിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഭാര്യ തന്നേക്കാൾ ഉയരത്തിലാണെന്ന ചിന്ത അയാളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. ഫിസയുടെ സർഗാത്മകമായ ലോകത്തെ തന്റെ കുടുംബജീവിതത്തിന് തടസ്സമായിട്ടാണ് ഹാഫിസ് കാണുന്നത്. ഫിസയ്ക്ക് ലഭിച്ച ചിത്രപ്രദർശനത്തിനുള്ള അവസരം ഒരു പണ്ടാരവും വേണ്ട എന്ന് പറഞ്ഞ് അയാൾ പരുക്കനായി തടയുന്നു. ഒടുവിൽ ഫിസയുടെ കയ്യിലെ ബ്രഷ് തട്ടിത്തെറിപ്പിക്കുമ്പോൾ അവളുടെ ആത്മാവിഷ്കാരത്തിന് മേൽ അയാൾ നടത്തുന്ന ക്രൂരമായ കടന്നുകയറ്റമാണ് വെളിവാകുന്നത്. പണം, റബ്ബറിന്റെയും സ്വർണത്തിന്റെയും വിലക്കയറ്റം, നല്ല ഭക്ഷണം തുടങ്ങിയ ഭൗതിക കാര്യങ്ങളിൽ മാത്രം താല്പര്യമുള്ള ഹാഫിസിന് ഫിസയുടെ ചിത്രങ്ങളുടെയോ കവിതകളുടെയോ ലോകം അപ്രാപ്യമാണ്. അയാൾ വസിക്കുന്നത് സങ്കുചിതമായ ഒരു ലോകത്താണെന്ന് കഥാകാരി വ്യക്തമാക്കുന്നു. സ്ത്രീയുടെ താല്പര്യങ്ങൾക്കും കഴിവുകൾക്കും വില കൽപ്പിക്കാത്ത, അവളെ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരു ഉപകരണമായി കാണുന്ന പുരുഷാധിപത്യ വ്യവസ്ഥിതിയുടെ ഉദാഹരണമാണ് ഹാഫിസ്. ഫിസയുടെ നിശബ്ദതയെ അഹങ്കാരമായി തെറ്റിദ്ധരിക്കുകയും അവളുടെ സർഗശക്തിയെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഹാഫിസ് യഥാർത്ഥത്തിൽ തന്റെ തന്നെ അപകർഷതാബോധത്തെ ഒളിച്ചുവെക്കാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇനി കഥാപാത്ര നിരൂപണം. ഹാഫിസിന്റെ ഉമ്മ. ഇ കെ ഷാഹിനയുടെ ചിത്രകാരി എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമായ ഫിസയുടെ അമ്മായിയമ്മയും ഹാഫിസിന്റെ ഉമ്മയുമായ കഥാപാത്രം. കുടുംബ വ്യവസ്ഥയ്ക്കുള്ളിലെ യാഥാസ്ഥിതിക സ്ത്രീ സങ്കല്പങ്ങളുടെ ശക്തമായ പ്രതിരൂപമാണ് അവർ. സ്ത്രീയുടെ ലോകം അടുക്കളയിൽ ഒതുങ്ങേണ്ടതാണെന്നും ആണുങ്ങൾക്ക് വായ്ക്ക് രുചിയുള്ള ഭക്ഷണമുണ്ടാക്കി കൊടുക്കലും മക്കളെ നോക്കലുമാണ് പെണ്ണിന്റെ യഥാർത്ഥ പണിയെന്നും ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു. സ്ത്രീയുടെ സർഗശേഷിയേക്കാൾ അവളുടെ പാചക നൈപുണ്യത്തിനാണ് ഇവർ മുൻഗണന നൽകുന്നത്. ഫിസയുടെ അസാമാന്യമായ സർഗശേഷിയെയും ചിത്രരചനയെയും തികഞ്ഞ പുച്ഛത്തോടെയാണ് ഉമ്മ സമീപിക്കുന്നത്. വരയെ വെറും പെയിന്റടി എന്ന് വിശേഷിപ്പിക്കുക വഴി കലയെ അവർ നിസ്സാരവൽക്കരിക്കുന്നു. ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞ് ഫിസയുടെ ആത്മാവിഷ്കാരത്തിന് അവർ വിലക്കേർപ്പെടുത്തുന്നു. ഫിസയെ അടുക്കളപ്പണി പഠിപ്പിക്കാനായി അവർ നിരന്തരം ശ്രമിക്കുന്നു. അടുപ്പത്തെ പണി പഠിക്കാണ്ട് പറ്റൂല ഫിസയെ എന്ന് പറയുന്നതിലൂടെ സർഗാത്മകതയേക്കാൾ ഗാർഹിക ഉത്തരവാദിത്തങ്ങൾക്കാണ് പ്രാധാന്യമെന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു. കലത്തപ്പം ചുടാനോ ബിരിയാണി വയ്ക്കാനോ അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഫിസയെ മാനസികമായി തോൽപ്പിക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. ഫിസയുടെ നിശബ്ദതയെയും അന്തർമുഖത്വത്തെയും അവളുടെ അഹങ്കാരമായോ മറ്റുള്ളവരുമായി സഹകരിക്കാത്ത സ്വഭാവമായോ ആണ് ഉമ്മ കാണുന്നത്. ഫിസയുടെ സർഗാത്മകമായ ലോകത്തെ തന്റെ കുടുംബത്തിന്റെ സാധാരണ താളത്തിന് തടസ്സമായി ഇവർ ഭയപ്പെടുന്നു. കുടുംബത്തിനകത്ത് സ്ത്രീയുടെ സ്വത്വത്തെ അടിച്ചമർത്തുന്നതിൽ പുരുഷാധിപത്യ ചിന്താഗതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു സ്ത്രീ രൂപമായാണ് ഉമ്മയെ കഥാകാരി അവതരിപ്പിക്കുന്നത്. ഫിസയുടെ കണ്ണുകൾ നിറയുമ്പോഴും അത് ഗൗനിക്കാതെ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന പരുക്കൻ സ്വഭാവമാണ് അവരുടേത്. കലയെയും സ്ത്രീയുടെ ആത്മപ്രകാശനത്തെയും പാടെ അവഗണിക്കുന്ന, പാരമ്പര്യങ്ങളുടെയും അടുക്കളകളുടെയും തടവറയ്ക്കുള്ളിൽ സ്ത്രീയെ തളച്ചിടാൻ ശ്രമിക്കുന്ന യാഥാസ്ഥിതിക കുടുംബ വ്യവസ്ഥിതിയുടെ പ്രതീകമാണ് ഹാഫിസിന്റെ ഉമ്മ എന്ന കഥാപാത്രം. ഫിസ എന്ന വർണ്ണശോഭയുള്ള പക്ഷിയുടെ ചിറകരിയാൻ ശ്രമിക്കുന്ന കൂടൊരുക്കുന്നവളെ പോലെയാണ് ഉമ്മ. ആ കൂട് അവൾക്ക് സംരക്ഷണത്തേക്കാൾ ഒരു തടവറയാണ് സൃഷ്ടിക്കുന്നത്.